ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് കുമ്പളങ്ങ പുളിങ്കറിയാണ്. അപ്പോൾ കുമ്പളങ്ങയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കുമ്പളങ്ങ വെച്ചിട്ട് പലതരത്തിലുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതിൽ വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ ഒരു നാടൻ ടേസ്റ്റ് ഉള്ളതുമായ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകാം. പുളിങ്കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലൊരു കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ അകത്തെ കുരുവൊക്കെ മാറ്റി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലോട്ട് വേണ്ടത് പരിപ്പാണ്. 3/4 ഗ്ലാസ് പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ ഇതൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലോട്ട് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുമ്പളങ്ങയും കൂടെ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് വെന്ത് കിട്ടുന്നതിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. 1.5 ഗ്ലാസോളം വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് വേവിച്ചെടുക്കാം. 2-3 വിസിലടിക്കുമ്പോഴത്തേനും തന്നെ ഇത് വെന്ത് കിട്ടും. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള തേങ്ങ അരച്ചെടുക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി 10-12 ചെറിയ ഉള്ളി, 5-6 വെളുത്തുള്ളി, 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ഗ്ലാസ് വെള്ളം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഞാനിതിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. വേവിക്കുന്നതിന് വേണ്ടി വെച്ചിരുന്ന കുമ്പളങ്ങയും പരിപ്പും ഇപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 3 വിസിലടിച്ചപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ കറി റെഡിയാക്കുന്നതിനായിട്ട് കുമ്പളങ്ങയും പരിപ്പും കൂടെ ഞാനൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് പുളി കൂടി ചേർത്ത് റെഡിയാക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഈ ഒരു പുളി പിഴിഞ്ഞതും കൂടി ചേർത്തിട്ട് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങ അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പിതിലോട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയതിന് ശേഷം അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം മിക്സിയുടെ ജാറ് കഴുകിയതും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് സാവകാശം ഇത് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളപ്പിക്കേണ്ട. തിള വന്നു തുടങ്ങുമ്പോഴത്തേനും നമുക്കിതിലോട്ട് കടുക് വറുത്തത് ചേർക്കാവുന്നതാണ്. അപ്പോൾ തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ചെറുതായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് കടുക് വറുത്ത് ചേർക്കാവുന്നതാണ്. കുക്കറിലോട്ട് ഇതിൻ്റെ കഷ്ണങ്ങൾ വേകുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്നും പുളി പിഴിഞ്ഞത് ചേർക്കരുത്. ഇത് നന്നായിട്ട് വെന്തിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം പുളി പിഴിഞ്ഞത് ചേർക്കുക. അതിനുശേഷം അത് നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങ അരപ്പ് ചേർക്കേണ്ടത്. തേങ്ങ അരപ്പ് ചേർത്തിട്ട് തിള വന്നുകൊണ്ടിരിക്കുന്ന കറിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് വറുത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും കുമ്പളങ്ങയൊക്കെ കിട്ടുന്ന സമയമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.